എനിക്കറിയായിരുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. നാണക്കേട്. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യണ്ടായില്ലേ? താൻ കിടന്നിങ്ങനെ കഴിഞ്ഞിട്ടെന്താ കാര്യം? ഇനിയെങ്കിലും തുമ്പി വന്ന് മനസ്സിലാക്കണം. സൗന്ദര്യവും പ്രായവും നോക്കിയല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത്, മനസ്സ് നോക്കിട്ടാ. ഞാന് ഒരഹങ്കാരം പറയുകയാണ്. ദ്രോഹമായി പോയി. അതെ, എന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്കിലും തനിനില പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇനിയും വലിയ ദ്രോഹങ്ങളാവും ചെയ്തനെ. ഞാൻ നിന്റെ കാര്യാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? സത്യം നിനക്കറിയാതിരിക്കില്ലല്ലോ. ഓഹോ, പെങ്ങക്ക് നോവുന്നുണ്ടല്ലേ? ഇത്രയും കാലം പെങ്ങളെന്ന് പറഞ്ഞു നടന്ന എന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോ പെങ്ക് മുന്തില്ല. എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്ന ഒരു തെണ്ടിയെ കുറിച്ച് ഓർത്താ നിങ്ങക്ക് വേദന അല്ലേ? എനിക്ക് നീയും മണിക്കുട്ടനും ഒരുപോലെയല്ലേ? മണിക്കുട്ടൻ അത് നിങ്ങളുടെ ചത്തുപോയ മോനാ. ആ പേര് വിളിച്ചെന്ന് വെച്ചിട്ട് അവൻ നിങ്ങളുടെ മോനാവൂല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തുറച്ച നിങ്ങളുടെ അനിയനാ. അത് മറന്നിട്ട് അവനെ എന്നെ കൂടെ കൂട്ടിയാ കൂടില്ല. ഇങ്ങനെയൊന്നും നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല, പെങ്ങളെന്നല്ലാതെ ഒരൊറ്റ അക്ഷരം ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കറിയാം. പക്ഷെ എന്നെ നോവിച്ചവന് വേണ്ടി എന്റെ പെങ്ങൾ കരയെന്ന് കാണുമ്പോ എനിക്ക് പൊള്ളും. അത്രയും സഹിക്കാനുള്ള മഹാമനസ്കരൊന്നും സ്റ്റേഷനിലില്ല. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാ ചെയ്തോളൂ. ഞാൻ നിന്റെ കൂടെ തന്നെയാ. എനിക്ക് നീ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. കണ്ണയ്യും കുറിയും കൊണ്ട് വന്നതാ. ആദ്യം തമ്പുരാനാണല്ലോ തരേണ്ടത്. മോളെ, ഇത് നിന്റെ കൈകൊണ്ട് ഐശ്വര്യമായിട്ട് കൊടുക്കുക. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്താണാവോ? എടുത്ത കുയിലിപ്പെണ്ണിനെ ഇങ്ങളപ്പം കീർപ്പാക്കി. നാട്ടുകൂട്ട ഓനോട് ഓളെ പോരെ കൂടി കൊള്ളാൻ പറഞ്ഞു. തമ്പുരാനിപ്പൊ പുറത്തിറങ്ങുന്നത് തലയെ കൂടി മുണ്ട് പൊതിച്ചിട്ട. വെറുതെ പറയായിരിക്കപ്പാ. എന്റെ മോൻ അത്തരം വൃത്തികേടൊന്നും കാട്ടൂല തമ്പുര. എന്നാൽ അവൻ തന്റെ മോൻ അല്ലായിരിക്കും. തന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത്തവണ മാനം വെറുതെ കറുത്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല. പാടത്ത് പണി തുടങ്ങിയാലേ ചന്തേ ചരക്കത്തു. അതുകൊണ്ട് ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ തൽക്കാലം നിവൃത്തിയില്ല. തമ്പ്ര, അങ്ങനെ പറയരുത് തമ്പ്ര. നേരെ നിശ്ചയിച്ചതും കുറി എഴുതിച്ചതും ഒക്കെ തമ്പ്രാന്റെ വാക്ക് കേട്ടാ. വാക്ക് തന്നപ്പോ ഞാൻ വിചാരിച്ചോ വർഷം പണിക്കുമെന്ന്? മാടമ്പിക്കാര് വാക്ക് പറഞ്ഞാൽ മാറില്ലെന്ന് തമ്പ്രാൻ തന്നെയല്ലേ പറഞ്ഞത്? വാക്കല്ലാണ്ട് വല്ല കൈയും കാലും ഒരു മാറ്റാൻ പറ്റുള്ളൂ. തൊടിയിലും തൊഴുത്തിലും നിൽക്കാൻ ഒരു ചെക്കനെ കൊണ്ട് തന്നു വെച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊള്ളാന്ന് ഞാൻ ഏറ്റിട്ടൊന്നുമില്ല. ഇക്കാര്യം പറഞ്ഞ് മേലിൽ ഇങ്ങോട്ട് വരിക വേണ്ട. മതിയപ്പാ, ഇത്രയും കേട്ടിട്ട് മതിയല്ലേ പൂജിച്ചത്? ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി തമ്പ്രാക്കന്മാരുടെ കാലൊന്ന് കഴി കുടിക്കണ്ട. അടിയാളന്മാർക്കും ഇല്ലേ അപ്പ നാണോ മാനോ ഒക്കെ? അപ്പൊ വരണെങ്കി വാ, ഞാൻ പോണു. അപ്പന് തോന്നുന്നുണ്ടോ ഞാൻ അത്ര തെമ്മാടിയാണെന്ന്? എന്നാലും അവരത് പറഞ്ഞപ്പോ അവരിവരൊന്നും പറയുന്ന അപ്പൊ നോക്കണ്ട. എനിക്കറിയാം എന്റെ ചേട്ടന് എന്തോ വൈരാഗ്യം വെച്ച് കരിവാരി തേക്കുക. അങ്ങനെയുള്ള ഒരു അവതാരം കൊണ്ട് എന്നെ കെട്ടിക്കുന്നതിലും ഭേദം അങ്ങ് കൊല്ലുക. വെറുതെ ഇരുന്ന നിന്നെ ഞാനാ ഓരോന്ന് പറഞ്ഞിളക്കിയത്. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഉടപ്പുറന്നെന്ന് പറഞ്ഞിരിക്കുന്നത്? പൊങ്കൽ കഴിഞ്ഞല്ലേ തീയതി പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറി കൊടുത്തു. കടം വാങ്ങിച്ചെങ്കിലും ഞാൻ നടത്തും. പണി ചെയ്ത് വീട്ടാനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട്. ധൈര്യമായിട്ട് വെക്കും. மாணிக்கா, உன்னை தேடி காந்தாரி அம்மா வீட்டுல இருந்து யாரோ வந்திருக்காங்க. മാണിക്കനിരിക്ക രാജിയ
മാണിക്കനും കുന്ത് ചാപ്പയാക്കി കൊടു. മാടമ്പിപ്പുരയിലെ തമ്പുരാക്കന്മാരുടെ കൂടെ പൊറുത്തതല്ലേ, ഗാന്ധാരിയുടെ പുരയിൽ വന്നിട്ട് ഒന്നും കുറവാക്കണ്ട. ആ പൊങ്കലിഞ്ഞെത്താറായെന്നറിയാലോ. ഇക്കുറി മാടമ്പിക്കാരുടെ വണ്ടി ഓടിക്കുന്നത് മാണിക്കനല്ലെന്ന് കേട്ടു. എങ്കിൽ ഇവിടത്തെ വണ്ടി ഓട്ടിച്ചൂടെ? എന്താ എന്ത് കിട്ടും? വാത് വെക്കുന്നതിന്റെ പകുതി പോരെ? ആലോചിച്ച് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് പണം വേണം. ഗിഞ്ചിമുടക്കാരൻ ഞങ്ങളുടെ 1000 നിലവും 200 മൂരികളും 100 കറവ പശുക്കളും വാതുവെക്കുന്നു. തോറ്റാൽ മാടമ്പിക്കാരുടെ മുഴുവൻ സ്വത്തും ഞങ്ങൾക്ക് തന്നിട്ട് നാട് വിട്ടോണം. തയ്യാറുണ്ടെങ്കിൽ വിളിച്ചറിയിക്ക്. മാണിക്കനാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ. വാതുവെക്കാൻ തയ്യാർ. മാത്രമല്ല, മാടമ്പിക്കാര് തോറ്റാൽ ഞാൻ എന്റെ പെങ്ങൾ യശോദാമ്മയെ മൊട്ടയടിച്ച് പുള്ളുകുത്തി കരുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കാം. എന്നിട്ടേ ഇവിടെ വിടൂ. അപ്പക്കാളയാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ. തുടങ്ങാം. മാണിക്ക, വണ്ടി കയറ്. ഇല്ല, എനിക്ക് കഴിയില്ല. കാരണം എന്റെ തല പെരുക്കുന്ന പോലെ താനല്ല, 5 നിമിഷത്തെ കാര്യമുള്ളൂ. വാത് വെച്ച് കഴിഞ്ഞു. ഓടിച്ചു തോറ്റാലും ഞാൻ സഹിച്ചോളാം. ഓടിച്ചാൽ ഞാൻ തോക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വണ്ടി കയറില്ലെന്ന്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതുവരെ നന്ദിയോട് കാണിച്ചിട്ടില്ല. അതിനി വയ്യ. ഗാന്ധാരിയമ്മ എന്നോട് ക്ഷമിക്കണം. ദ്രോഹി, പരമദ്രോഹി, ചതിയാ നീ എന്നോട് കാണിച്ചത്. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അടുത്ത നാട്ടുകൂട്ടത്തിന് നിന്നെ ഈ നാട്ടിൽ നീ പുറത്താക്കോടാ. അവന്റെ അപ്പനെ വിറ്റ കാശുണ്ട് എന്റെ കീശയില്. എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നത്. എന്റെ അടുത്ത അവന്റെ വാശി. എടാ, പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. മർമ്മത്ത് കുത്തിയത് കണ്ടില്ലേ നീ? അവിടെ വീണത് കണ്ടില്ലേ അവൻ? പക്ഷെ കാളവണ്ടി ഓട്ടം നടന്നിരുന്നേല് ഞാള് മാണിക്കന് തോപ്പിക്കും. നീ പുളുത്തും. എടാ, അവന്റെ വണ്ടിയുടെ 7 അയില് തോടിയെത്താൻ ചുടയുള്ള ആമ്പിള്ളേര് ഈ ഭൂമുഖത്തോടാ. ഇന്നാ പന്തയം നടന്നിരുന്നേല് മാടമ്പിക്കാർ ഈ നേരത്തെല്ലാം കെട്ടിപ്പൂട്ടി കിഴക്കമല ഇറങ്ങുമായിരുന്നു. അറിയാമോ നിനക്ക്? അപ്പോ നിനക്കത് അറിയാല്ലേ? ഇന്നീ പൊര പൊളിച്ച് വിറ്റിട്ട് അവന് വേണമെങ്കിൽ അവന്റെ പെങ്ങടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നു. തിന്ന ചോറിനോട് നന്ദി ഉള്ളത് കൊണ്ട് അവനത് ചെയ്തില്ല.
ഈ കുടുംബത്തിന് ഇതുവരെ ആരുടെയും ശാപം കിട്ടിയിട്ടില്ല. നീയായിട്ടത് വാങ്ങരുത്. ആ കല്യാണം നീ നടത്തി കൊടുക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഓംബ്ര നീ പോയി ആ കണ്ണയ്യലോട് ഇങ്ങോട്ട് വരാൻ പറ. താണു കൊടുക്കുകയാണെന്ന് കരുതണ്ട, വീണ്ടും ജയിക്കാൻ തന്നെയാ പുറപ്പാട്.